ഫോൺ പേയും ഗൂഗിൾ പേയും ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ഫേവറേറ്റ് UPI ആപ്പുകളിൽ ഓഗസ്റ്റ് 1 മുതൽ വൻ മാറ്റങ്ങൾ വരികയാണ്. എന്തൊക്കെയാണ് ഈ മാറ്റങ്ങളെന്നും UPI ഇടപാടുകൾ നടത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും പരിശോധിക്കാം. പ്രതിദിനം ഓരോ ആപ്പിലും 50 തവണയിൽ കൂടുതൽ അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാൻ കഴിയില്ല. പരിധി കഴിഞ്ഞാൽ അടുത്ത ദിവസം വരെ ഈ സേവനം ഡിസേബിൾ ആകും. നിരവധി ഇടപാടുകൾ നടത്തുന്ന വ്യാപാരികളെ ഇത് ബാധിക്കുമോ എന്നാണ് സംശയം. ആവശ്യമുള്ളപ്പോൾ മാത്രം അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുക, അല്ലെങ്കിൽ ഒന്നിലധികം ആപ്പുകൾ ഉപയോഗിച്ചാലും മതി. ഇടപാടുകൾ പൂർത്തിയായോ എന്നറിയാൻ ഇനി മുതൽ 3 തവണ മാത്രമേ കഴിയൂ. കുറച്ച് മിനിറ്റുകൾ കാത്തിരുന്നതിന് ശേഷം സ്റ്റാറ്റസ് പരിശോധിക്കുന്നതാണ് നല്ലത്. UPI ആപ്പുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാൻ ദിവസേന 25 തവണ മാത്രമേ കഴിയൂ എന്നതാണ് മറ്റൊരു മാറ്റം. UPI ഓട്ടോപേ ഇടപാടുകളിലും മാറ്റമുണ്ട്. രാവിലെ 10 മണിക്ക് മുമ്പും ഉച്ചയ്ക്ക് 1 മുതൽ വൈകുന്നേരം 5 വരെയും രാത്രി 9:30 ശേഷവുമാണ് ഓട്ടോപേ നടത്താനാവുക. മറ്റ് സമയങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടോപേ ഇടപാടുകൾ വൈകാനോ മുടങ്ങാനോ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാൻ നേരത്തെ തന്നെ സമയം നിശ്ചയിക്കുക. 1 വർഷമായി ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള UPI അക്കൗണ്ടുകൾ ഡീആക്ടിവേറ്റ് ചെയ്യുമെന്നും NPCA അറിയിച്ചിട്ടുണ്ട്. പാസ്വേഡ് മറന്നുപോകുന്നവർക്ക് വേണ്ടി ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിച്ചും ഇടപാട് സാധ്യമാക്കുന്ന സംവിധാനവും UPI ആപ്പുകളിൽ വൈകാതെ എത്തും. കേൾക്കുമ്പോൾ ചെറുതെന്ന് തോന്നുമെങ്കിലും ഈ മാറ്റങ്ങൾക്കനുസരിച്ച് തയ്യാറായില്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. കയ്യിൽ പണം കൊണ്ടു നടക്കാതെ UPI ആപ്പുകൾ മാത്രം ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.